നമസ്കാരം. ഈ മറവി രോഗം അഥവാ ഡിമെൻഷ്യ ലോകത്ത് ഓരോ വർഷം ചെല്ലുന്തോറും ഇതിൻ്റെ ഈ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ബ്രിട്ടനിലും അമേരിക്കയിലുമൊക്കെ ദശലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഓരോ വർഷവും ഈ രോഗം പിടിപെടുന്നത്. ഇന്ത്യയിലും ധാരാളം പേർ മറവി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പലപ്പോഴും വിദഗ്ധന്മാരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. എന്തുകൊണ്ട് ഈ രോഗം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ മറവി രോഗത്തിലേക്ക് നമ്മെ എത്തിച്ചിരിക്കാം എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിരിക്കാം, നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ഒരുപക്ഷെ അതിന് കാരണമായേക്കാം, അതുപോലെ ശാരീരിക പ്രശ്നങ്ങൾ. ഇതൊക്കെ തന്നെ പലപ്പോഴും നമ്മളതിന് കഴിക്കുന്ന മരുന്ന് ഈ രോഗങ്ങളെ തടയുന്നതായിരിക്കാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളിലേക്കാണ് ഇപ്പോൾ ഗവേഷകർ കടന്നു പോകുന്നത്. ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് ഏറ്റവും നല്ല പ്രതിവിധികളിൽ ഒന്ന് വ്യായാമം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ 45 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർ കൃത്യമായി വ്യായാമം ചെയ്യണം. എങ്കിൽ ഈ രോഗം വരുന്നതിന് ഒരു പരിധിവരെ തടയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു കാരണവശാലും വ്യായാമം ചെയ്യരുത് കഠിനമായ രീതിയിൽ. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ഉറക്കത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഇതും ഒരുപക്ഷെ മറവി രോഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. സൈക്ലിംഗ്, ജോഗിങ് അങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സർസൈസുകൾ ഇതിന് ഏറെ ഗുണകരമാണ്. പക്ഷേ ഒരിക്കലും കഠിനമായ എക്സർസൈസുകൾ ചെയ്യരുത് എന്നാണ് ഡോക്ടർമാരുടെ ഉപദേശം. മറവി രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാം. നമ്മുടെ മാനസിക പ്രശ്നങ്ങളിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് എത്തിക്കും. ആളുകൾ കരുതുന്നു ഇയാൾക്കെന്തോ മാനസിക വിഭ്രാന്തി പിടിപെട്ടിരിക്കുന്നുവെന്ന്. അതുപോലെ ആശയങ്ങൾ കൈമാറാൻ ഉള്ള അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അവരുദ്ദേശിക്കുന്ന തരത്തിലായിരിക്കില്ല കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഒരു ഡിമെൻഷ്യ രോഗിയുടെ ലക്ഷണങ്ങളായി നമുക്ക് കണക്കാക്കാം. ഇത് രോഗം വരുന്ന ആളിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ തന്നെയാണ്. ഇവരുടെ പെരുമാറ്റത്തിലും രീതികളിലുമൊക്കെ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കൃത്യമായി ഈ രോഗം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മാത്രമല്ല, ഇത് പ്രാരംഭ ദിശയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിന് പ്രതിവിധി ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ആദ്യം മുതലേ തന്നെ നമുക്ക് കൃത്യമായ മരുന്നും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഈ രോഗത്തെ ഒരുവിധം നിയന്ത്രിക്കാൻ സാധിക്കും. അമേരിക്കയിൽ ഏതാണ്ട് 24,000-ഓളം മറവി രോഗം ബാധിച്ച അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ച രോഗികളിൽ ഒരു വലിയ സംഘം ഗവേഷകർ പഠനം നടത്തിയിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും വളരെ അത്ഭുതകരമാണ്. കാരണം ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് ഈ രോഗത്തിന് കാരണമായേക്കാവുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നത്. നമ്മൾ കൊളസ്ട്രോളിനും അല്ലെങ്കിൽ രക്തസമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇത് മറവി രോഗം വരുന്നതിന് ഒരു പരിധിവരെ തടഞ്ഞു നിർത്തും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പൂർണ്ണമായോ തടയുമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ഈ മരുന്നുകൾക്കും കഴിയും. നമ്മൾ കൃത്യമായ ആരോഗ്യ പരിശോധന നടത്തുക, നമുക്ക് ഏതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. കൊളസ്ട്രോളും ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട. കാരണം കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ തന്നെ ഒരു പരിധിവരെ ഈ മറവി രോഗം വരുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു അസുഖമില്ലാത്ത ഒരാളിനെ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഏതെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് മാത്രമല്ല ഈ മരുന്നുകൾ കഴിക്കാൻ കഴിയൂ എന്നുള്ളൊരു ചോദ്യവും അവിടെ വരുന്നുണ്ട്. അപ്പോഴും ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചലനങ്ങളും മാനസിക വ്യാപാരങ്ങളുമൊക്കെ തന്നെ കൃത്യതയോടുകൂടി തന്നെ നിരീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രോഗത്തെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ തന്നെ സാധിക്കും. അൽഷിമേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അൽഷിമേഴ്സ് ബാധിച്ചവരിലേക്കാണ് പലപ്പോഴും മറവി രോഗം കൂടി കടന്നു വരുന്നത്. സ്വന്തം വീട്ടുകാരെ അല്ലെങ്കിൽ സ്വന്തം ശരീര അവയവങ്ങളെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോലും പലരും ചെന്നെത്തും. അപ്പോൾ ഇത്തരം രോഗികളെ നമ്മൾ വളരെ ക്ഷമയോടെ പരിചരിക്കുകയും ഇതൊരു അസുഖമാണ് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ കണ്ട് അവരുമായി മുന്നോട്ട് പോകുന്നതാണ് ഉചിതം എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഈ രോഗം വരാതിരിക്കാൻ പുകവലി ഉപേക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. പുകവലിക്കാരിൽ ഒരുപക്ഷെ ഈ മറവി രോഗത്തിന് അല്ലെങ്കിൽ ഡിമെൻഷ്യയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിദഗ്ധന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ രോഗത്തിൻ്റെ ആദ്യകാല ലക്ഷണങ്ങൾ ഓർമ്മക്കുറവ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, ആശയവിനിമയ പ്രശ്നം, മാനസിക പ്രശ്നങ്ങൾ എന്നിവയാണ്. ഏതായാലും നമ്മൾ വളരെ കരുതലോടെ ഇരിക്കുക. ഒരു 45 വയസ്സിനൊക്കെ ശേഷം ഇത്തരം രോഗങ്ങൾ നമ്മെ പിടികൂടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി എക്സർസൈസ് ചെയ്യുക, അനാവശ്യ ശീലങ്ങൾ ഒഴിവാക്കുക, നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സ്വയം നിരീക്ഷിക്കുക, ഒപ്പം നമ്മുടെ വീട്ടുകാരോടുമൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുക എന്നുള്ളത് തന്നെയാണ് ഈ മറവി രോഗത്തിൽ നിന്ന് നമുക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. എന്നാൽ ഈ രോഗം വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.